ചോദിച്ചുണ്ടോ ഭാര്യ തരണോ? എന്തൊരു സ്നേഹമാണ് ഈ ഒരു സ്നേഹമൊക്കെ ഗ്രാമങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് എങ്ങനെ വേറെ എവിടെയും കിട്ടും. എന്താന്നും ഉണ്ടാകുന്ന എല്ലാരും നോക്കണുണ്ട്. നിങ്ങളല്ലേ പുറത്തു പോയിട്ട് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞ? ഗ്യാസ് ഇല്ലല്ലോ വീട്ടില്, ഗ്യാസ് കുറവല്ലേ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഈ ഹോട്ടലിൽ പോയി കഴിക്കായിരുന്നില്ലേ. നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു ഉത്സവം, ഇത്രയും നല്ലൊരു സംഭവം നടക്കുമ്പോൾ 3 ദിവസം 4 നേരം ഫുഡാ. നമ്മളൊക്കെ ക്ഷണിച്ചതല്ലോ, ഒരു 3000 ആളെ ക്ഷണിച്ചു, ഇതൊന്നും നമ്മളുമാണ്. പിന്നെന്താ, ഈ കഴിച്ചോ. എന്തായാലും ഹോട്ടലിൽ നാളെ പോകേണ്ടി വരും, ഗ്യാസ് കഴിയാനായില്ലേ. പായസമുണ്ട്. അപ്പൊ 3ാമത്തെ ദിവസാട്ടോ നമ്മുടെ നാട്ടിലെ അയ്യപ്പ ക്ഷേത്രത്തില്. ഓക്കെ, താങ്ക് യു. എന്നിട്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള നിമിഷങ്ങളാണിത്. നമ്മുടെ നാട് വയനാട് കരടിപ്പാറ, നമ്മുടെ തൊട്ട അയൽവക്കത്തിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ 3 ദിവസമായിട്ടുള്ള ഉത്സവമാണ്. 3 ദിവസം ഞങ്ങൾ വന്നിരുന്നു. 3 ദിവസം 4 നേരത്തെ നല്ല ഭക്ഷണമുണ്ട്, 2 നേരം സദ്യ ഉണ്ട്. എല്ലാ മതസ്ഥരും ഇവിടെ വരലുണ്ട്. ഇപ്പോൾ ടൈം ഒരു 2:30-3 മണിയായി തോന്നുന്നുണ്ട്, കുറച്ച് ലേറ്റായി. സുലു കൂടെ ഉണ്ട്. അടിപൊളി ചോറ്, സാമ്പാർ, അച്ചാർ, അവിയൽ, കൂട്ടുകറി, ഉപ്പേരി, പപ്പടം, ഇതിലൊക്കെ പുറമേനി അടിപൊളി പായസമുണ്ട്. ഏതാ പായസം? ഇന്ന് അടപ്രഥമൻ പായസമാണ് കേട്ടോ. ഇങ്ങോട്ട് ചോദിച്ചുണ്ടോ ഭാര്യ തരണോ? എന്തൊരു സ്നേഹമാണ്. അതൊക്കെ നമ്മളൊരു ജീവിതത്തിലൊരിതാ. ചോറ് വേണം, ഇതൊക്കെ കണ്ടോ. മക്കൾക്ക് കൊടുക്കാൻ ഈ ഒരു സ്നേഹമൊക്കെ ഗ്രാമങ്ങളിലും നാട്ടുമ്പുറങ്ങളിലും മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് എങ്ങനെ വേറെ എവിടെയും കിട്ടും. ടൗണിൽ പോയാൽ വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ വേണ്ടല്ലേ. അപ്പോൾ അതിങ്ങനെയുള്ള കൂട്ടായ്മയുള്ള സ്ഥലങ്ങളിൽ നടക്കും, ഉത്സവങ്ങൾ നടക്കും. അത് വലിയ പിന്നെ വരുന്നുണ്ടല്ലോ ഉത്സവത്തിനാണ്. ഇവിടെ എല്ലാ വിഭാഗമാണ്. ഇവിടെ പ്രത്യേക ശബരിമല ധ്യാനത്തിലുള്ള അതേ ക്ഷേത്രവും അതേ വിഗ്രഹമാണ്. അതവിടെ നടക്കുന്ന അതേ പരിപാടികൾ അവിടെ നടക്കാം. അങ്ങനെയാണ് ഇവിടെ നിശ്ചയിച്ചിട്ടുള്ളത്. നമ്മൾ ഇവിടെ എല്ലാവർക്കും തരാം, ജാതി മത വ്യത്യാസങ്ങളൊന്നും ഇല്ലാതെ. അല്ല, അങ്ങനല്ല. ഞാൻ ഒരുവിധം അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ ഞാൻ പോകാറുണ്ട്. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഭവം ഉണ്ടായ അമ്പലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പറശ്ശിനിക്കടവാണ്. അവിടെ ഞാൻ പോയിട്ട് അവിടുത്തെ പ്രസാദം, അവിടുത്തെ എല്ലാ കാര്യങ്ങളും, അവിടെ നാനാ മതസ്ഥരും. അപ്പൊ വീണ്ടും എനിക്കൊരു, നമ്മുടെ നാടായതുകൊണ്ട് പറയില്ല, അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, എല്ലാമായിട്ട് അങ്ങനെ മാറ്റം വന്നു. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഈ പ്രദേശം മാറി. സുലു പൊതുവെ എങ്ങനെ എങ്ങോട്ടും അധികം പോകാറില്ല പൊതുവെ. ഈ പ്രദേശം അപ്പൊ അതാണുള്ളത് പറഞ്ഞത്. ഒരു പ്രകാശപൂരിതമായി, ഒരു വെളിച്ചമാണ് ഇവിടെ വരുന്നത്. ആ ക്ഷേത്രത്തിന് പ്രത്യേകത കൂടിയാണ്. നമ്മൾ കട്ടിപ്പാറ്റത്തിൽ എത്ര പ്രാവശ്യം നമ്മൾ പോയിട്ടില്ല. പിന്നെന്താ ഇപ്പൊ വരുമ്പോ കാണുന്നത് മുമ്പുണ്ടായിരുന്ന ഒരു സാഹചര്യങ്ങളിലോട്ട് അതിൻ്റെതായ ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് 3000-4000 നോട്ടീസ് അടിച്ചിട്ട് മുഴുവൻ ഈ പ്രദേശത്ത് ആളുകൾ കൊടുത്തിട്ടുണ്ട്. അമ്മമാരായിട്ടാണെങ്കിലും ഞങ്ങളായിട്ടാണ് മൊത്തം വീടുകൾ. അത് ഞാനിപ്പോ ഈ ചരിത്രത്തിൽ കട്ടിപ്പാറ സംബന്ധിച്ചോട്ട് എന്താ പറഞ്ഞാൽ, കട്ടിപ്പാറക്കാരുടെ അനുഭവം എന്നാ പറയുന്നത്. ഇങ്ങനെ ഒരു വർക്ക് ഒരു സ്ഥലത്ത് ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്നാണ്. തുടക്കം മുതലേ ഏരിയ വർക്ക് ആളുകൾ സംഘടിപ്പിച്ചിട്ടില്ല. ഘോഷയാത്ര വന്നേ, നിങ്ങളെ സ്റ്റാർട്ടിങ് ഘോഷയാത്ര വന്ന തുടക്കം മുതലേ അത് ചർച്ച ഉണ്ട്, നിങ്ങൾ അറിയുന്നില്ല. അതെ, നമുക്കിത് ഇവിടെ തന്നെയല്ല, നമ്മളിവിടെയാണല്ലോ, നമുക്ക് പുറത്തു പോകാൻ പറ്റുന്നില്ല. അല്ല, പൊതുവെയുള്ള അഭിപ്രായം, നല്ലൊരു അഭിപ്രായം. മറ്റുള്ളതിന്റെ എന്തായാലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതുവരെ എത്തി. ഇന്ന് വൈകുന്നേരം കൂടി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ വർഷത്തിന് അടുത്ത വർഷം ആലോചിച്ചാൽ മതി. പ്രതിഷ്ഠാ ദിനത്തിന് ഈ ദിവസം ഉണ്ടാവട്ടെ, എല്ലാവരും പറ്റും. അടുത്ത വർഷം കൂടാൻ ഉണ്ടാവട്ടെ. അതിലൂടെ അസ ഷുഗർ അല്ലടാ. ഈ അടപ്രഥമൻ ഇങ്ങനെ കഴിച്ചാൽ എനിക്ക് പ്രശ്നമാവൂലേ? ചെറിയ രീതിയിലുള്ള ഷുഗർ ഉണ്ട്. തേങ്ങാപ്പാലിലാണ് രസം ഉണ്ടാക്കി. അപ്പൊ പിന്നെ 4 ലക്ഷം കൊടുക്കാം. അങ്ങനല്ല, ഒഴിച്ചു കൊടുക്കുമ്പോ ഷുഗറാണ് വേണ്ടാന്ന് കുടിച്ചങ്ങ് ടേസ്റ്റ് മനസ്സിലാക്കിയപ്പോ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി അടപ്രഥമൻ. Jump,